ഇപ്പോൾ ശ്രീമതി ഭാഗ്യലക്ഷ്മി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഇത് ഒരു കടുത്ത പ്രതിഷേധത്തിന്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ട്. കടുത്ത വിമർശനത്തിന്റെ ഭാഷ താങ്കളുടെ ആ പ്രസ്താവനയിൽ കാണുന്നുണ്ട്. ഇന്നലെ തന്നെ ഈ കോടതി വിധി വന്നതിന് തൊട്ടു പിന്നാലെ ഫെഫ്ക നേതൃത്വം അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വമൊക്കെ ദിലീപിന് ഇനി ആ സംഘടനയുമായി സഹകരിക്കണമെങ്കിൽ തടസ്സങ്ങളൊന്നുമില്ല, അത്തരമൊരു ആവശ്യം ഉന്നയിച്ചാൽ അതിനോട് അനുകൂലമായി പ്രതികരിക്കുമെന്ന സൂചന അവരൊക്കെ നൽകിയിരുന്നു. അത്തരം സംഘടനകളോടുള്ള ഒരു തുറന്ന ഏറ്റുമുട്ടൽ, ഒരു പോരാട്ടം, അതാണോ ഇവിടെ പ്രഖ്യാപിക്കുന്നത് ശ്രീമതി ഭാഗ്യലക്ഷ്മി താങ്കൾ? അങ്ങനെ ഒരു അഭിപ്രായം പറയണമെങ്കിൽ ഫെഫ്ക എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഒരു ജനറൽ കൗൺസിൽ ഉണ്ട്. ആ കൗൺസിലിനോട് ആലോചിച്ച് യുക്തമായ തീരുമാനമെടുക്കുമെന്നൊരു മറുപടിയാണ് സെക്രട്ടറിയിൽ നിന്നോ പ്രസിഡന്റിൽ നിന്നോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ സെക്രട്ടറി സ്വന്തമായിട്ട് അപേക്ഷ കിട്ടിയാൽ സ്വീകരിക്കും എന്ന് പറയാൻ പാടില്ല. അത് ഏകാധിപത്യ തീരുമാനമാണ്. മാത്രമല്ല, ഞാൻ ആ സംഘടനയിൽ ഇരിക്കുമ്പോൾ ഒരു കേസ് തീർന്നിട്ടില്ല. കേസ് കീഴ്ക്കോടതി വിധി മാത്രമേ വന്നിട്ടുള്ളൂ. ഇനിയും നമ്മൾ അപ്പീൽ പോകുന്നുണ്ട്. ഹൈക്കോടതിയിൽ പോകണം, സുപ്രീം കോടതിയിൽ പോകണം. ഇവിടെ എല്ലാം പോയാൽ മാത്രമേ ഒടുവിൽ പൂർണ്ണമായിട്ടും ഇയാൾ നിരപരാധിയാണെന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അതിനു മുൻപ് എങ്ങനെയാണ്, എന്തോ ആവേശം കൊണ്ട് നിൽക്കുകയായിരുന്നോ ഇയാളെ സ്വീകരിക്കാനായിട്ട്? ആ ഒരു സംഘടനയിൽ ഞാൻ അംഗമായി ഇരിക്കുമ്പോൾ വേട്ടക്കാരനും അതിജീവിതയോടൊപ്പം നിൽക്കുന്ന ഞാനും ഒരേ സംഘടനയിൽ അംഗമാകാൻ എന്റെ മനസ്സാക്ഷി എന്നെ അനുവദിക്കുന്നില്ല. അതാണ് ഞാൻ എന്റെ വീഡിയോയിൽ കൂടി പറഞ്ഞത്. ഭാഗ്യലക്ഷ്മി, ഇത് ഇപ്പോൾ ഫെഫ്കയിൽ മാത്രമല്ല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ കണ്ടു. താരസംഘടന ഇന്നലെ ഇറക്കിയ ഒരു വാർത്താക്കുറിപ്പിലും കാര്യമായി ഈ കോടതി ഉത്തരവിനെ പറ്റി പരാമർശമൊന്നും ഉണ്ടായിരുന്നില്ല. ഉത്തരവിനെ ബഹുമാനിക്കുന്നു എന്നൊരു വരി മാത്രമാണ് അതിലും ഉണ്ടായിരുന്നത്. അപ്പോൾ ഏതു വഴിക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതിൻ്റെ സൂചനകളാണ് ഈ സംഘടനകളുടെ തുറന്നു പറച്ചിലും ഈ പ്രതികരണങ്ങളും രേഖാമൂലമുള്ള പ്രസ്താവനകളും ഒക്കെ വ്യക്തമാക്കുന്നത്, അല്ലേ? ഇത് അയാളുടെ പണവും അയാളുടെ സ്വാധീനവും അയാൾക്കുള്ള പ്രശസ്തിയും മാത്രമാണ് ഇവർ കണക്കിലെടുക്കുന്നത്. അല്ലാതെ പെൺകുട്ടിയുടെ വേദനയോ പെൺകുട്ടി അനുഭവിച്ചതോ ഇവർ ആരും മനസ്സിലാക്കുന്നില്ല. ഈ പ്രസ്താവനകൾ ഇറക്കിയവരെല്ലാം പെൺമക്കൾ ഉള്ളവരാണ്. അവർ മനസ്സിലാക്കുന്നില്ല ഒരു പെണ്ണിന്റെ വേദന എന്താണ്. ഇന്നലെ ആ കേസിന്റെ വിധി വരുമ്പോ അവൾ എന്തുമാത്രം വേദനിച്ചു എന്ന് ഇവർ ആരും ചിന്തിക്കുന്നില്ല. അയാളുടെ ആഘോഷത്തിനൊപ്പമാണ് ഇവർ സഞ്ചരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ, ഈ ആയിരക്കണക്കിന് ആളുകൾ ഉള്ള ഒരു സംഘടനയുടെ നേതാക്കളെന്ന് പറയുമ്പോൾ എനിക്ക് അതിൽ ഒരു വ്യക്തിയാകാൻ, അതിലൊരു അംഗമാകാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. ഇതില് താങ്കളുടെ നിലപാടിനെ പിന്തുണയ്ക്കുന്നവർ വേറെയുമുണ്ടോ? അത്തരത്തിലൊരു കൂടിയാലോചന, ഒരു അനൗപചാരിക ചർച്ചകളൊക്കെ ഭാഗ്യലക്ഷ്മി സ്വന്തം നിലയ്ക്ക് നടത്തിയിട്ടുണ്ടോ ഇത്തരം ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ്? അതോ അല്ല, ഞാൻ എന്റെ തീരുമാനം അങ്ങ് പ്രഖ്യാപിക്കുകയാണ് എന്ന് അറിയിക്കുകയായിരുന്നോ? ഞാൻ ആരോടും ചർച്ച ചെയ്തിട്ടില്ല. ഇത് ഞാൻ സ്വയം എടുത്ത ഒരു തീരുമാനമാണ്. കാരണം ഇതിനു മുൻപും 2018 ഈ സംഭവം നടന്നപ്പോഴും ഞാൻ ഇത് പറഞ്ഞിരുന്നു. അന്ന് അയാളെ പുറത്താക്കി എന്ന് പറയുകയും അയാളെ വെച്ച് സിനിമ ചെയ്യാനും തീരുമാനിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് രണ്ട് നിലപാടാണ് നിങ്ങൾ എടുക്കുന്നത്. അയാളെ വെച്ച് ഇപ്പൊ സിനിമ ചെയ്യരുത്. അഥവാ സിനിമ ചെയ്യുകയാണെങ്കിൽ താങ്കൾ ഈ സെക്രട്ടറി സ്ഥാനത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നിങ്ങൾക്ക് സിനിമ ചെയ്യാം എന്ന് പറഞ്ഞപ്പോ ഇല്ല, എനിക്ക് സിനിമ ചെയ്തേ പറ്റൂ. അപ്പോ ഞാൻ ഫെഫ്ക അതിജീവിതയോടൊപ്പം എന്ന് വാർത്തകളിൽ ഇരുന്ന് പറയുകയും അതേസമയം വേട്ടക്കാരനെ വെച്ച് സിനിമ ചെയ്യുകയും ചെയ്തപ്പോൾ തന്നെ ഞാൻ എന്റെ പ്രതിഷേധം വന്ന് രേഖപ്പെടുത്തി ഒരു കത്ത് കൊടുത്തതുമാണ്. പക്ഷെ അത് വീണ്ടും തുടരുമ്പോൾ പിന്നെയും എനിക്ക് ഒരു തീരുമാനമെടുക്കാൻ എനിക്ക് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. ആരുടെയും പിന്തുണയും എനിക്ക് ആവശ്യമില്ല. ഇത് എന്റെ വ്യക്തിപരമായ തീരുമാനമാണ്. അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഭാഗ്യലക്ഷ്മി, ഇതിലൊരു മറുവാദമുള്ളത്, ഇപ്പോൾ ദിലീപിനെ വിചാരണ കോടതി കുറ്റവിമുക്തനാക്കി. ഇനിയും ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടണി നടത്തേണ്ടത് ഈ വിചാരണ കോടതി ജഡ്ജ്മെന്റിലാണ്. അത് മേൽക്കോടതികൾ ഒരു അപ്പീലിന്റെ ഘട്ടത്തിൽ ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്യുന്നത് വരെ, അതിൽ മറിച്ചൊരു ഉത്തരവ് ഉണ്ടാകുന്നത് വരെ ദിലീപ് ഇതിൽ കുറ്റവിമുക്തനാണ്. തെളിവുകളുടെ അഭാവത്തിൽ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിട്ടുണ്ട് വിചാരണ കോടതി. അങ്ങനെ ഒരാൾ ഈ സംഘടനകളിലേക്ക് എന്നെ തിരികെ എടുക്കണം എന്ന് ഒരു അപേക്ഷ ഒരു സംഘടനയ്ക്ക് മുന്നിൽ വെച്ചാൽ അത് സ്വാഭാവികമാണ്, ചർച്ച ചെയ്യണം. അത് വളരെ കൃത്യമാണ് താങ്കൾ പറഞ്ഞത്. അങ്ങനെ ചർച്ച ചെയ്യേണ്ടി വരും. പക്ഷേ അത് നിരസിക്കാൻ സംഘടനാ നേതൃത്വത്തിന് കഴിയുമോ? ഞാൻ അതിന്റെ ഒരു മറുവാദം ചോദിക്കുകയാണ്. നിരസിക്കുകയല്ല, അത് ജനറൽ കൗൺസിലിന്റെ പരിഗണനയ്ക്ക് വെക്കുകയാണ് അവർ വേണ്ടത്. കാരണം ഇവിടെ വിചാരണ കോടതി മാത്രമാണ് അയാളെ വെറുതെ വിട്ടിരിക്കുന്നത്. ഇനിയുമുണ്ട് 2 കോടതികൾ.
ഇനിയുമുണ്ട് 2 കോടതി, ഹൈക്കോടതിയുണ്ട്, സുപ്രീം കോടതിയുണ്ട്. ഈ കോടതിയുടെ എല്ലാം വിധി കഴിഞ്ഞാൽ മാത്രമേ അയാൾ പൂർണ്ണമായി നിരപരാധി എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അത് വരുന്നത് വരെ കാത്തിരിക്കാൻ എന്താണ് ഇവർക്ക് ബുദ്ധിമുട്ട്? അല്ല ഭാഗ്യലക്ഷ്മി, ഒരു കാര്യം കൂടി, ഇപ്പോഴും ദിലീപ് അത്തരമൊരു ആവശ്യം സംഘടനകൾക്ക് മുന്നിൽ വെച്ചിട്ടില്ല. ആവശ്യം വരുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ സംഘടനാ നേതൃത്വം അങ്ങനെ വരുന്ന ഘട്ടത്തിൽ അനുകൂലമായി തീരുമാനമെടുക്കുമെന്ന് പറയുകയാണ്. ഇനിയിപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ ഒരു അപേക്ഷ വരുന്ന ഘട്ടത്തിൽ അത് അനുവദിക്കരുത് എന്ന് പറയേണ്ട ചേരിയിൽ ഭാഗ്യലക്ഷ്മി ഉണ്ടാകേണ്ടതല്ലേ? ആ സംഘടനയ്ക്കകത്ത് അത്തരമൊരു ചർച്ച നടത്താൻ ഒരു ഭാഗ്യലക്ഷ്മി ഈ ഫെഫ്കയിൽ വേണ്ടേ? അത് അത്തരമൊരു അപേക്ഷ വരുമ്പോൾ അതിന് ഇങ്ങനൊരു സാധ്യതയുണ്ട്, ഇങ്ങനൊരു സാഹചര്യമുണ്ട് എന്ന് ആ സംഘടനാ തലത്തിൽ പറയാൻ ഭാഗ്യലക്ഷ്മിയെ സംഘടനയിൽ വേണ്ടേ എന്നാണ് എന്റെ ചോദ്യം. ആ സംഘടനയുടെ അഭിപ്രായം പറയുന്ന ജനറൽ കൗൺസിലിൽ ഞാനില്ല, എന്നെ അവർ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അവിടെ സ്പേസ് ഇല്ല. പിന്നെ ഞാൻ എവിടെയാണ് എന്റെ അഭിപ്രായം പറയേണ്ടത്? സംഘടനയിൽ നിന്ന് തന്നെ താങ്കൾ ഇറങ്ങുകയാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതെ, എന്റെ പ്രതിഷേധം എനിക്ക്, കാരണം ഇവർ കാലാകാലങ്ങളായി, ഇപ്പൊ കുറച്ച് നാളുകളായി ഞാൻ കാണുന്ന ഒരു കാഴ്ചയാണിത്. ഇവർ ഇന്നലെ അപേക്ഷ കിട്ടിയാൽ പരിഗണിക്കും, ആ ഒരു വാക്കല്ലായിരുന്നു ബി ഉണ്ണികൃഷ്ണൻ പറയേണ്ടിയിരുന്നത്. ബി ഉണ്ണികൃഷ്ണൻ എന്തായിരുന്നു പറയേണ്ടിയിരുന്നത്? അപേക്ഷ വരട്ടെ, ഞങ്ങൾ ജനറൽ കൗൺസിൽ കൂടി പരിശോധിച്ച് ഞങ്ങൾ വേണ്ട രീതിയിൽ ഞങ്ങൾ നടപടിയെടുക്കും എന്നാണ് അല്ലെങ്കിൽ ഞങ്ങൾ തീരുമാനമെടുക്കും എന്നാണ് പറയേണ്ടത്. അല്ലാതെ അപേക്ഷ കിട്ടിയാൽ സ്വീകരിക്കും എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അതിനാണ് എന്റെ വിഷയം. ശരി, വളരെ നന്ദി ശ്രീമതി ഭാഗ്യലക്ഷ്മി ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും ഫെഫ്ക നേതൃത്വം അതിന് മറുപടി പറയട്ടെ. നടൻ ദിലീപ് അപേക്ഷ നൽകുമ്പോൾ സംഘടനാ നേതൃത്വം എന്ത് തീരുമാനമെടുക്കും, അത് ചർച്ച ചെയ്യണമെന്ന ഭാഗ്യലക്ഷ്മിയുടെ അഭിപ്രായമൊക്കെ ആ നിലയ്ക്കും ചർച്ചയാകട്ടെ. എന്തായാലും അതിൽ ഇപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെ ഫെഫ്കയുടെ തലപ്പത്തുള്ള ചലച്ചിത്ര പ്രവർത്തകർ തന്നെ അതിനോട് പ്രതികരിക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.